ഹലോ, ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കുട്ടികളുടെ ദന്ത സംരക്ഷണത്തെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ലിൻഡ. വെൽക്കം ടു യുവർ ഡെന്റിസ്റ്റ് യൂട്യൂബ് ചാനൽ. ആദ്യമായി കുട്ടികളുടെ ദന്ത സംരക്ഷണം എപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. കുട്ടികൾ ജനിച്ചതോടെ ഉടനെ തന്നെ കുട്ടികളുടെ പല്ലിന്റെ സംരക്ഷണം നമുക്ക് തുടങ്ങാവുന്നതാണ്. ഒരു അമ്മയുടെ വയറ്റിൽ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് അമ്മ എത്രത്തോളം കാൽഷ്യം, വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നതനുസരിച്ചിരിക്കും കുഞ്ഞുങ്ങളുടെ പല്ലുകളുടെ ആരോഗ്യം ഒക്കെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നു. ആഫ്റ്റർ ഫീഡ് കുഞ്ഞുങ്ങളിൽ പാൽ കൊടുത്തു കഴിഞ്ഞ് ചെറിയ രീതിയിൽ കോട്ടൺ കൊണ്ട് മോണയും നാക്കും വൈപ്പ് ചെയ്തെടുക്കുന്നത് ഫംഗസ് ബാധ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. ഇനി കുഞ്ഞുങ്ങളിൽ പല്ല് എപ്പോൾ തേക്കണം എന്നതിനെ കുറിച്ചാണ്. കുഞ്ഞുങ്ങളിൽ പല്ല് തേക്കുന്നത് പല്ല് കണ്ടു തുടങ്ങുമ്പോൾ തൊട്ട് ബ്രഷിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ആദ്യമായി ഫിംഗർ ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഫിംഗർ ബ്രഷ് എന്നത് പേരൻസിന്റെ കയ്യിലിട്ട് പേരൻസ് തന്നെ കുട്ടികളിലെ ബ്രഷ് ചെയ്യാൻ പരിശീലിപ്പിക്കേണ്ടതാണ്. ഫിംഗർ ബ്രഷ് എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ടതാണ്. അങ്ങനെ പിന്നീട് ബ്രഷ് ഉപയോഗിക്കുന്ന സമയമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ രീതി മനസ്സിലാവുകയും മുന്നോട്ട് ആ രീതിയിൽ തുടർന്നു പോവുകയും ചെയ്യുന്നതാണ്. ഇനി ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണോ വേണ്ടയോ എന്നതിനെ കുറിച്ചാണ്. ടൂത്ത് പേസ്റ്റ് എന്തായാലും ഉപയോഗിക്കണം. ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് അഥവാ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് വഴി കേടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. മറ്റു ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് മോശം എന്നല്ല, ഫ്ലൂറൈഡ് ഉപയോഗിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കേടുണ്ടാകുമ്പോൾ പല്ല് അടയ്ക്കേണ്ട കാര്യമുണ്ടോ? കുഞ്ഞുങ്ങളിൽ പല്ല് അടയ്ക്കാതെ പല്ല് പറഞ്ഞു പോകുന്നതല്ലേ, അത് അടയ്ക്കേണ്ട കാര്യമുണ്ടോ എന്നതിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കുഞ്ഞുങ്ങളിൽ പല്ല് അടയ്ക്കണം. കാരണം അടച്ചില്ലെങ്കിൽ ആ പല്ല് അവിടെ കേടുണ്ടായി അത് കുഞ്ഞുങ്ങളിൽ മോണ പഴുപ്പുണ്ടാവുകയും പല്ല് വേദന ഉണ്ടാവുകയും പല്ലിന്റെ അടിയിലുള്ള മോണയിനെയും അതിനുള്ള താഴെയുള്ള ബോണിനെയും അഫക്റ്റ് ചെയ്ത് ബോൺ നശിപ്പിക്കുകയും മോണ നശിപ്പിക്കുകയും ചെയ്യപ്പെടുന്നു. ഇതിനെ ജുവനൈൽ പെരിഡോണ്ടൈറ്റിസ് എന്ന കണ്ടീഷനായിട്ട് പറയും. ഇനി ഇത് പല്ല് അടച്ചു കഴിഞ്ഞ് അത് ക്യാപ്പിട്ട് റൂട്ട് കനാൽ ചെയ്ത് സംരക്ഷിക്കുന്നതും ആവശ്യമുള്ള കാര്യമാണ്. പല്ല് അടയ്ക്കാതെ അത് പറിച്ചു കളയുന്നത് പോലും അവിടെയുള്ള സ്പേസ് ഇല്ലാതാവുകയും പിന്നീട് അതിന്റെ താഴെ വരുന്ന പല്ലിന് ആ നിലയിലോട്ട് വരാൻ പറ്റാതെ വരികയും നേരെ തെറ്റി പല്ല് വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് കേട് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പല്ല് പോയി അടച്ച് ആ പല്ല് സേവ് ചെയ്ത് പല്ല് സംരക്ഷിക്കേണ്ടതാണെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. ഇനി 6 മാസം കൂടുമ്പം കറക്റ്റായി പോയി ഡെന്റൽ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്യുന്നതും പല്ലിൽ കേടുണ്ടോ, പല്ല് ക്ലീൻ ചെയ്യേണ്ടതുണ്ടോ, ആവശ്യകതയുണ്ടോ എന്നതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. അപ്പം ഇതിനെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. Okay, thank you for watching my video.